നടത്തുകയും ചെയ്തതോർത്ത് ഞാൻ എന്റെ കർത്താവിന് അതിയായ നന്ദി അർപ്പിക്കുകയാണ്. പല കാര്യങ്ങളെ കുറിച്ച് നമ്മൾ കാണുമ്പോൾ, കേൾക്കുമ്പോൾ, അറിയുമ്പോൾ, ഓർക്കുമ്പോൾ, വായിക്കുമ്പോൾ എല്ലാം നമ്മളോട് ചെയ്തിരിക്കുന്ന ആ വലിയ കരുണയുടെ ഇടപാടുകൾ എത്രയോ ആഴമേറിയതാണ് എന്ന് നമ്മൾ ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തെ നിലനിർത്തുന്ന ദൈവത്തിന്റെ ആ ഇടപെടലുകൾ എത്രയോ സുദീർഘമാണ്. അതുകൊണ്ട് ആ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് നന്ദിയുള്ളവരായി മുന്നോട്ട് പോകാമെന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഓർപ്പിക്കുകയാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, പലപ്പോഴും മനുഷ്യൻ ദൈവത്തിന്റെ നന്മകളെ മറന്ന് ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് ഒരുവിധമായ കടമയും സ്മരണയും ഇല്ലാതെ മുന്നോട്ട് പോകുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇന്നലെ ഞാൻ ബിസി കൂടെ ഒരു സ്ഥലത്തൂടെ പോയപ്പോൾ അവിടെയും ഒരാളെ ഞങ്ങൾ കണ്ടുമുട്ടിയ പുള്ളി പറഞ്ഞത് കേൾക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരു 2 വർഷമായിട്ട് ദൈവാലയ ബന്ധത്തിലായിരുന്ന വ്യക്തി ഇപ്പോൾ അല്ലാത്ത ഒരവസ്ഥയിലാണെന്ന് പറയുന്നുണ്ട് അല്ലെ. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അപ്പൊ ഞാൻ ഓർക്കുകയുണ്ടായി, എങ്ങനെ ഈ മനസ്സ് ഇത്രയും കടുപ്പിച്ചിരിക്കാൻ സാധിക്കുന്നു? അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഒരിക്കലും അങ്ങനെയുള്ള ഒരു മനസ്സ്, നമുക്കൊരു കഠിനമേറിയ മനസ്സ്, ദൈവത്തെ മറന്ന്, ദൈവത്തെ ഉപേക്ഷിച്ച്, ദൈവത്തെ ത്യജിച്ച് ദൈവിക ബന്ധത്തിൽ നിന്ന് അകന്ന് നിൽക്കുന്ന ഒരനുഭവം ഉണ്ടാകാതിരിക്കുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിച്ച് മുന്നോട്ട് കടന്നു പോകണമെന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഓർപ്പിക്കുകയാണ്. നീലാമ്മയുടെ പിതാവ് നല്ലൊരു ആത്മീയ മനുഷ്യനായതുകൊണ്ടാണ് അത്രയും നല്ലൊരു സംസ്കാരം കിട്ടിയെന്നുകൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. ആ വീട്ടിലെ സിറ്റുവേഷൻ ഞാൻ കണ്ടപ്പോ നല്ലൊരു ഓഡിയൻസ്, അദ്ദേഹത്തിന്റെ ഒരു നല്ല മനസ്ഥിതിയെയാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമകളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഭേദപ്പെട്ട ഒരു ജീവിതം നയിച്ചാല് മരണാനന്തരവും നമ്മുടെ ജീവിതത്തിനും അതിന്റേതായ ഗുണം ഉണ്ടാകുമെന്ന് കൂടെ കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിച്ചുകൊണ്ട് ദൈവവചന ചിന്തയിലേക്ക് കടന്നു പോകട്ടെ. ഹെവൻ ഓപ്പൺ, സ്വർഗം തുറന്നു. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, വിശുദ്ധ വേദപുസ്തകം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പഴയ പുതിയ 2 നിയമങ്ങളായിട്ടാണ് വേദപുസ്തകത്തെ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ 2 നിയമങ്ങളിലും സ്വർഗം തുറന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാഴ്ച കാണുവാൻ സാധിക്കുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ നിന്നാണ് ഞാൻ ഈ വിഷയത്തെ പ്രിയ കേൾവിക്കാരുടെ ചിന്തയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. പുതിയ നിയമ വേദപുസ്തകം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 4 പേര് സ്വർഗം തുറന്നിരിക്കുന്നതായി കണ്ടു എന്ന് പുതിയ നിയമ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ആ 4 പേരിൽ ഒന്നാമത്തെ ആൾ ആരായിരിക്കുമെന്നാണ് നിങ്ങളുടെ കണക്കൂട്ടൽ? ആദ്യമായിട്ട് സ്വർഗം തുറന്നിരിക്കുന്നതായി കണ്ട വ്യക്തി അത് നമ്മുടെ കർത്താവായ യേശു തന്നെയാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, കർത്താവായ യേശുവാണ് സ്വർഗം തുറന്നിരിക്കുന്നതായി യേശു ഈ ഭൂമിയിൽ വെച്ച് ആദ്യമായി കാണുന്നത്. മത്തായി 3:16-17 വാക്യം, കർത്താവായ യേശു ക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷ ചെയ്യുവാനായി സ്നാനമേൽക്കണമെന്ന മോശയുടെ ന്യായപ്രമാണമുണ്ട്. മോശയുടെ ന്യായപ്രമാണ പ്രകാരം പരസ്യമായി ദൈവിക കാര്യങ്ങൾ ചെയ്യണം ഒരു വ്യക്തി ചെയ്യാൻ ആഗ്രഹിച്ചാൽ ആ വ്യക്തി സ്നാനത്തിലൂടെ അതിന് ഒരുങ്ങാവൂ എന്നുള്ള നിർദ്ദേശമുള്ളതിന്റെ അടിസ്ഥാനത്തിൽ കർത്താവായ യേശു എന്തുണ്ടായി? താൻ സ്നാനമേൽക്കുവാനായി യോർദാനിലേക്ക് ചെന്നു. അപ്പൊ തന്നെ സ്നാനപ്പെടുത്തുവാനായിട്ട് തന്റെ അടുക്കൽ ഒരാളുണ്ട്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഞാൻ ഓർത്തു പോകുന്നത് യോഹന്നാൻ സ്നാപകനേക്കാൾ ഭാഗ്യമുള്ള ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ ഒരു സ്ത്രീയിൽ നിന്നുണ്ടായി കാണുന്നില്ല. കാരണം യേശുവിനെ സ്നാനപ്പെടുത്തിയ യോഹന്നാൻ സ്നാപകൻ, ആ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു 2 പ്രധാനപ്പെട്ട സൂചനകൾ നൽകി. ഒന്ന്, താൻ ജ്വലിച്ചു പ്രകാശിക്കുന്ന വിളക്കാണ് എന്ന് യോഹന്നാൻ സ്നാപകനെ കുറിച്ച് യേശു പറഞ്ഞു. രണ്ടാമത് യേശു പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരുമില്ല. ഇത് യേശുവിന്റെ സാക്ഷ്യമാണ്. അങ്ങനെ യോഹന്നാൻ സ്നാപകനും യേശു യോർദാൻ നദിയിൽ യേശുവിന്റെ സ്നാനത്തിന് വേണ്ടി മുഖാമുഖം കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടാവുകയാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, കർത്താവായ യേശുവിനെ യോഹന്നാൻ സ്നാപകൻ സ്നാനം കഴിപ്പിച്ചു. അത് യാഥാർത്ഥ്യമാണ്. ആ സമയം സ്വർഗത്തിൽ നിന്നൊരു സാക്ഷ്യം പറയുകയാണ്,
ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഇവന് ചെവി കൊടുക്കുവിൻ എന്ന് പറയുന്നത് സ്വർഗം തുറന്നുള്ള ആ ഒരു സീനറി ആയിട്ട് നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് ഒന്നാമതായി പുതിയ നിയമത്തിൽ സ്വർഗം തുറന്നിരിക്കുന്നതായി കണ്ടത് നമ്മുടെ കർത്താവായ യേശുവാണ്. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, ഇന്ന് പൽക്കാലം കർത്താവിന്റെ നാമത്തിൽ ഞാൻ പറയട്ടെ, നമ്മൾ ഇന്നയോളം കാണാത്ത കാര്യം കാണണമെങ്കിൽ, നമ്മൾ ഇന്നയോളം കേട്ടിട്ടില്ലാത്ത കേൾക്കണമെങ്കിൽ, നമ്മൾ ഇന്നയോളം അനുഭവിച്ചിട്ടില്ലാത്ത നല്ല അനുഭവങ്ങൾ അനുഭവിക്കാൻ കഴിയണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നാം ജീവിച്ചിരിക്കുമ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നത് നമ്മൾ കാണേണ്ട അനിവാര്യമാണ്. ഇന്നേ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധി സമയങ്ങളിലും, ഏത് പ്രയാസ സമയങ്ങളിലും, ഏത് വൈഷമ്യമുള്ള സന്ദർഭങ്ങളിലും നമ്മൾ സ്വർഗം തുറന്നിരിക്കുന്ന ആ ഒരു സീൻ കണ്ടാൽ നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുമെന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് 4 പേരാണ് പുതിയ നിയമത്തില് സ്വർഗം തുറന്നിരിക്കുന്നതായി കണ്ടത്. ഒന്നാമത് കണ്ടത് നമ്മുടെ രക്ഷകനായ, നമ്മുടെ ദൈവമായ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ് സ്വർഗം തുറന്നിരിക്കുന്നതായി കണ്ടത്. പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ കണ്ട യേശുവിന് അത് എത്രയോ ഭാഗ്യകരമായ അനുഭവമാണ്. രണ്ടാമത് സ്വർഗം തുറന്നിരിക്കുന്നതായി കണ്ടത് സ്തേഫാനോസ് ആണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായം 56-ാം വാക്യം. സ്തേഫാനോസിനെ കുറിച്ച് നമുക്കറിയാം. സ്തേഫാനോസ് ഒരു ഇവാഞ്ചലിസ്റ്റ്, ഒരു സുവിശേഷകനായിരുന്നു, ഒരു സുവിശേഷ പ്രസംഗനായിരുന്നു, ഒരു സുവിശേഷ പ്രഘോഷകനായിരുന്നു. എന്നാൽ സ്തേഫാനോസിന്റെ അവസാനം ഒരു നല്ല അവസാനമല്ലായിരുന്നു. തന്റെ അന്ത്യം ഒരു നല്ല അന്ത്യമല്ലായിരുന്നു. തന്റെ മരണം ഒരു നല്ല മരണമല്ലായിരുന്നു. തന്റെ വിടവാങ്ങൽ ഒരു നല്ല വിടവാങ്ങലല്ല. താൻ സുവിശേഷം പ്രസംഗിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്റെ വിശ്വാസ സമൂഹത്തിൽപ്പെട്ട യഹൂദന്മാര് തന്നെ കല്ലെറിഞ്ഞാണ് കൊന്നത്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, താൻ സുവിശേഷം പ്രസംഗിച്ചു എന്ന കാരണത്താൽ തന്റെ വിശ്വാസ സമൂഹത്തിൽപ്പെട്ട യഹൂദന്മാര് തന്നെ കല്ലെറിഞ്ഞ് താൻ മരിക്കുന്ന സമയം, മരണത്തിന് മുമ്പായി സ്വർഗം തുറന്നിരിക്കുന്നതായി സ്തേഫാനോസ് കാണുകയാണ്. സ്തേഫാനോസ് കണ്ട സ്വർഗീയ ദർശനം അല്പം കൂടെ വ്യത്യസ്തമാണ്. സ്വർഗം തുറന്നിരിക്കുന്നതും പിതാവിന്റെ വലത്തുഭാഗത്ത് പുത്രനായ യേശു നിൽക്കുന്നതുമായ കാഴ്ചയാണ്. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, അതുകൊണ്ടാണ് ഞാൻ ഓർപ്പിച്ചത്, നമ്മുടെ പ്രയാസത്തിന്റെ നടുവിൽ നമ്മൾ സ്വർഗം തുറന്ന കാഴ്ച കണ്ടാൽ അത് ആശ്വാസകരമാണ്. അത് ഇരട്ടി മധുരം നൽകുന്ന ഒന്നാണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ഒന്നാമത് നമ്മുടെ കർത്താവായ യേശുവാണ് സ്വർഗം തുറന്നിരിക്കുന്നതായി കണ്ടത്. മത്തായി 3:16-17. രണ്ടാമത് സ്തേഫാനോസാണ് സ്വർഗം തുറന്നിരിക്കുന്നതായി കണ്ടത്. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം 56-ാം വാക്യം. മൂന്നാമത് സ്വർഗം തുറന്നിരിക്കുന്നതായി കണ്ടത് നമുക്കറിയാം, പത്രോസ് അപ്പോസ്തലനാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തിൽ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തില് അപ്പോസ്തലനായ പത്രോസ് സ്വർഗം തുറന്നിരിക്കുന്നതായി ഒരു കാഴ്ച കണ്ട്. ആകാശം തുറന്നിരിക്കുന്നതും 4 കോണുകളും കെട്ടിയ വലിയ വിരി പോലെയുള്ള ഒരു പാത്രം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, റോമൻ ജാതീയ വിഭാഗത്തിൽപ്പെട്ട ഒരു വിശ്വാസമില്ലാത്ത ഒരു അക്രൈസ്തവനായ കൊർന്നല്യോസ് എന്ന് പറയുന്ന ഒരു ഉന്നതനായ റോമൻ പട്ടാള ഉദ്യോഗസ്ഥന്റെ ജീവിതത്തിൽ തനിക്കൊരു മാനസാന്തരം ഉണ്ടായി. എന്നാൽ പത്രോസിനെ സംബന്ധിച്ച് പത്രോസ് ഒരു റോമാക്കാരനല്ല, താൻ ഒരു യഹൂദനാണ്. അന്നത്തെ നാട്ടുനടപ്പനുസരിച്ച് റോമാക്കാരും യഹൂദന്മാരും തമ്മിൽ നല്ലൊരു അടുത്ത സാമീപ്യമില്ല. എന്നാൽ അങ്ങനെ ഒരു സാമീപ്യം ഇല്ലാതെ ഇരിക്കെ ഈ കൊർന്നല്യോസിന്റെ വീട്ടിലേക്ക് പോകണമെന്ന് പത്രോസിന് ദർശനം ഉണ്ടായിട്ടും പത്രോസ് അതിന് പ്രാധാന്യം കൽപ്പിക്കാതിരിക്കുമ്പോഴാണ് ഒരു വലിയ പെട്ടി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്. അതിന്റെ 4 കോണുകൾ കെട്ടിയിരിക്കുകയാണ്. ആ പെട്ടി പത്രോസിന്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജീവജാലങ്ങളും ആ പെട്ടിയിലുണ്ട്. കാരണം യഹൂദനെ മാത്രം പരിഗണിക്കുമ്പോൾ, യഹൂദൻ റോമാക്കാരനെ പരിഗണിക്കാതിരിക്കുമ്പോൾ, നീ നിന്നെ മാത്രം പരിഗണിച്ചാൽ പോരാ, നീ റോമാക്കാരനെ കൂടെ പരിഗണിക്കണം. എല്ലാവരും ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ്, എല്ലാവരും ദൈവത്തിന് ഇഷ്ടപ്പെട്ടവരാണ്, എല്ലാവരും ദൈവത്തിന് കൊള്ളാവുന്നവരാണ്, എല്ലാവരും ദൈവത്തിന് പ്രാധാന്യമുള്ളവരാണ്, എല്ലാവരും ദൈവത്തിന് വില മതിക്കപ്പെട്ടവരാണെന്ന് കാണിക്കുവാനായിട്ട് എല്ലാ വിഭാഗം ജീവജാലങ്ങളെയും നിറച്ച ഒരു പെട്ടി പത്രോസിന്റെ മുന്നിലേക്ക് വന്നിട്ട് പത്രോസിനോട് സ്വർഗം തുറന്ന് അവിടുന്ന് ഒരു
മറുപടി പറയാണ്, നീ ഇതിനെ അറുത്ത് തിന്നുക. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, പത്രോസിന് അറുത്ത് തിന്നാതിരിക്കാൻ സാധിക്കത്തില്ല. പത്രോസ് ഇന്നയോളം അറുത്ത് തിന്നിട്ടില്ല. പത്രോസ് ഇന്നയോളം രുചി നോക്കിയിട്ടില്ല. ആ വാക്കിന്റെ അടിസ്ഥാനത്തിൽ, ആ സീനിന്റെ അടിസ്ഥാനത്തിലാണ് പത്രോസ് കൊർന്നേലിയോസിന്റെ വീട്ടിലേക്ക് പോയി തന്നെ കുടുംബമായി വിശ്വാസ ബന്ധാവിലേക്ക് സ്വീകരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഒന്നാമത് സ്വർഗം തുറന്നതായി കണ്ടത് നമ്മുടെ കർത്താവായ യേശുവാണ്. രണ്ടാമത് സ്വർഗം തുറന്നിരിക്കുന്നതായി കണ്ടത് സ്തെഫാനോസാണ്. മൂന്നാമത് സ്വർഗം തുറന്നിരിക്കുന്നതായി കണ്ടത് പത്രോസ് അപ്പോസ്തലനാണ്. നാലാമത് സ്വർഗം തുറന്നിരിക്കുന്നതായി കണ്ടത് യോഹന്നാൻ അപ്പോസ്തലനാണ്. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ട്, കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കുവാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, 3 കാഴ്ചകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഒന്നാമത്തെ കാഴ്ച യേശുവിന്റെ കാഴ്ചയാണ്. രണ്ടാമത്തെ കാഴ്ച സ്തെഫാനോസിന്റെ കാഴ്ചയാണ്. മൂന്നാമത്തെ കാഴ്ച പത്രോസിന്റെയാണ്. അങ്ങനെയെങ്കിൽ 4-ാമത്തെ കാഴ്ച പത്മോസ് എന്ന ദ്വീപിൽ തടവുകാരനായി നാടുകടത്തപ്പെട്ട് കിടക്കുന്ന യോഹന്നാൻ അപ്പോസ്തലനാണ്. അവിടെ വെച്ച് ആ ദർശനം കാണുന്നത്. ഈ ദർശനം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ്. വേദപുസ്തകം ലോകത്തിൽ പ്രസംഗിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും വേദ പ്രസംഗന്മാര്, വേദ വ്യാഖ്യാതാക്കള്, വേദപുസ്തക പണ്ഡിതന്മാര് ഒരു വാക്യം പറയാറുണ്ട്, ഒരു കാര്യം ഓർപ്പിക്കാറുണ്ട്. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുന്ന പ്രവചനം അത് സഭയെ ഈ ഭൂമിയിൽ എടുക്കുന്നതിന്റെ ആ ഒരു പ്രവചനമാണ്. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, ഒരിക്കൽ സ്വർഗം തുറന്ന് നമ്മുടെ കർത്താവായ യേശു സ്വർഗത്തിൽ നിന്ന് സ്വർഗത്തിന് ഭൂമിക്ക് മധ്യേ ആകാശത്തിൽ വന്ന് നിൽക്കുമ്പോൾ, അവൻ ഈ ഭൂമിയിൽ നിന്ന് നമ്മളെ വിളിക്കുമ്പോൾ, നാം നമ്മുടെ വീട് വിട്ട് അവന്റെ അടുക്കിലേക്ക് പോകും. നാം നമ്മുടെ പള്ളി വിട്ട് അവന്റെ അടുക്കിലേക്ക് പോകും. മരിച്ചു പോയെങ്കിൽ നമ്മൾ കിടന്ന ശവക്കോട്ടയും ശവക്കല്ലറയും ശ്മശാന ഭൂമിയും വിട്ട് നമ്മൾ കർത്താവിന്റെ അടുക്കിലേക്ക് പോകാൻ കർത്താവ് നമ്മളെ വിളിക്കുന്ന വിളിയാണ്. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ കാണുന്നത്, ഇവിടെ കയറി വരുവിൻ എന്ന് പറയുന്ന ആ ആഹ്വാനത്തിന്റെ വിളി ദൈവം തന്റെ ജനത്തെ സ്വർഗസന്നിധിയിലേക്ക് ചേർക്കുവാനുള്ള ഒരു വിളിയാണെന്നും കൂടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ. പ്രിയ വാത്സല്യമുള്ള ദൈവമകളെ, ഈ തരുണത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്, ആ വിളിയുടെ മുൻപിൽ ലീലാമസോദിന്റെ പിതാവ് പോലും ഈ ഭൂമിയിലെ ശ്മശാന സ്ഥലം വിട്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേരും. പ്രിയ വാത്സല്യമുള്ള ദൈവമകളെ, നമ്മൾ എല്ലാവരും വിശ്വാസത്താൽ അടിയുറച്ച് കാത്തിരിക്കുന്നത് ഈ ഒരു വിളി കേൾക്കുവാനാണ്. നമ്മുടെ ബന്ധപ്പാട് മുഴുവനും ഈ വിളിക്ക് വേണ്ടിയാണ്. നമ്മുടെ സങ്കടങ്ങള്, കഷ്ടങ്ങള്, അനിഷ്ടതകള്, ഇതിനെയെല്ലാം നമ്മൾ പേറിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് ഈ ഒരു വിളിയുടെ ശബ്ദം നമ്മൾ കേൾക്കുവാൻ വേണ്ടിയാണ്. നമുക്കറിയാം, 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിന്റെ 13 മുതൽ വായിക്കുമ്പോൾ, കർത്താവ് ഗംഭീരനാദത്തോടും പ്രധാനമന്ത്രി ശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്തോടുകൂടെ സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ, ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കും. ശേഷം ജീവനോടെ ഈ ഭൂമിയിൽ മരിക്കാതെ നിൽക്കുന്നവരും ഉയർത്തെഴുന്നേറ്റവരും ഒരുമിച്ച് രൂപാന്തരപ്പെട്ട് കണ്ണി വയ്ക്കുന്നതിനിടയിൽ ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ആ എടുക്കപ്പെടുവാനുള്ള വിളിയാണ് വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തില് നമ്മൾ കാണുന്നത്. അതിന്റെ 2-ാം വാക്യത്തില്, ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. ആമേൻ, ഹല്ലേലൂയ. നമ്മളെ വിളിച്ച് ചുമ്മാ കൊണ്ടുപോവുകയല്ല, നമ്മുടെ കർത്താവിരിക്കുന്ന സ്വർഗീയ സിംഹാസനത്തിന്റെ അടുക്കലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. അത് എത്രയോ ആനന്ദകരമായ, മനോഹരമായ, സന്തോഷകരമായ ഒന്നാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോയത്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഒന്നാമത് സ്വർഗം തുറന്നത് നമ്മുടെ കർത്താവായ യേശു കണ്ടു. രണ്ടാമത് സ്വർഗം തുറന്നത് സ്തെഫാനോസ് കണ്ട്. മൂന്നാമത് സ്വർഗം തുറന്നത് പത്രോസ് അപ്പോസ്തലൻ കണ്ട്. 4-ാമത് സ്വർഗം തുറന്നത് യോഹന്നാൻ അപ്പോസ്തലൻ കണ്ടു. അതിൽ ഒരു വാക്യം കൂടിയുണ്ട്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 11-ാം വാക്യം. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്മേൽ ഇരിക്കുന്നവനും വിശ്വസ്തനും സത്യവാനും എന്ന് പേരായിരുന്നു. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ,
അവസാനമായി സ്വർഗം തുറക്കുന്നത് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 11-ാം വാക്യത്തിലാണ്. കർത്താവായ യേശു എന്ന ലോക രക്ഷകനായ, ലോക ന്യായാധിപനായ യേശു ഈ ലോകത്തിന്റെ ഭരണം ഏറ്റെടുക്കുവാനായി ഒരു സമയം ഈ ലോകത്തിലേക്ക് വരും. പ്രിയ ദൈവമക്കളെ, പീലാത്തോസിന്റെ ചേംബറിൽ യേശുവിനെ ആവർത്തിച്ച് കുറ്റവിചാരണ ചെയ്യുമ്പോൾ പീലാത്തോസ് യേശുവിനോട് ചോദിച്ച ചോദ്യം, നീ യഹൂദന്മാരുടെ രാജാവോ? യേശു മിണ്ടിയില്ല. രണ്ടാമത് ചോദിച്ചു, നീ യഹൂദന്മാരുടെ രാജാവോ? യേശു ഒന്നും മിണ്ടിയില്ല. മൂന്നാമത് ചോദിച്ചു, നിന്നെ ശിക്ഷിക്കുവാനും നിന്നെ ശിക്ഷിക്കാതെ വെറുതെ വിടാനും ഞാൻ അധികാരമുള്ളവനായി ഈ ന്യായ പീഠത്തിൽ ഇരിക്കുകയാണ്. നീ യഹൂദന്മാരുടെ രാജാവോ? യേശു പറഞ്ഞു, ഞാൻ ആകുന്നു. ഇനി ഒരിക്കൽ ഞാൻ വരും. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ കർത്താവായ യേശു ന്യായാധിപന്മാരുടെ ന്യായാധിപനായി, രാജാക്കന്മാരുടെ രാജാവായി ഒരിക്കൽ വരും. ആ വരുന്ന സീനറിയാണ് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 11-ാം വാക്യത്തിൽ കാണുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ലോകത്തിൽ ഒരു ന്യായവും ഒരു നീതിയും പ്രതീക്ഷിച്ചില്ലെങ്കിൽ നമുക്കൊരു നീതിയും ഒരു ന്യായവും ഉണ്ടാകുന്ന ഒരു ദിവസമുണ്ട്. പ്രിയ ദൈവമക്കളെ, അന്ന് നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരത്തിന്റെ ഷേപ്പിൽ മാറ്റം വരും. അന്ന് നമ്മളെ നശിക്കുന്ന ഈ ശരീരത്തിന്റെ ആ നാശത്തിന് പോലും മാറ്റം വരും. നമ്മൾ അനശ്വരമായ ഒരു പിന്മയ ശരീരം പ്രാപിച്ച് കർത്താവിനോടുകൂടെ അനന്തമായി മരണമില്ലാത്ത ഒരു പെർമനന്റ് ലൈഫിലേക്ക് നമ്മൾ എൻട്രൻസ് ചെയ്യുന്ന ആ ഒരു സമയത്തിന് വേണ്ടി നമ്മുടെ കർത്താവായ യേശു വീണ്ടും വരിക തന്നെ ചെയ്യും. ആ വരവാണ് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 11-ാം വാക്യത്തിൽ വായിക്കുന്നത്. അന്ന് സകല അന്ധകാര അംശങ്ങളും ഭൂമിയിൽ നിന്ന് മാറ്റിയിട്ട് സകലത്തിന്റെയും പൈശാചിക ഭരണത്തിൽ നിന്നെല്ലാം ഒരു മോചനം നൽകി നമ്മുടെ കർത്താവായ യേശു നാമുമായി നിത്യമായ ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കും. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, ഞാൻ ഇത് പറയുമ്പോൾ ഓർക്കുകയാണ്, വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കണ്ടതും അതിനോടൊപ്പം തന്നെ ദാനിയേൽ പ്രവാചകൻ 7-ാം അധ്യായത്തിൽ 4 മൃഗങ്ങളെ കുറിച്ച് ദാനിയേൽ ഒരു സ്വപ്നം കാണുകയാണ്. ഈ 4 മൃഗങ്ങളെ കുറിച്ചുള്ള സ്വപ്നത്തിന്റെ വ്യാഖ്യാനം, ഒന്നാമത്തെ മൃഗം ബാബിലോണാണ്, രണ്ടാമത്തെ മൃഗം മേദ്യ പേർഷ്യയാണ്, മൂന്നാമത്തെ മൃഗം എന്ന് പറയുന്ന ഗ്രീസാണ്, നാലാമത്തെ മൃഗം എന്ന് പറയുന്ന റോം. ഈ 4 സാമ്രാജ്യങ്ങൾ ലോകത്തിലാകമാനം ഭരണം നടത്തി ക്രൈസ്തവർക്ക് ഒത്തിരി പ്രയാസ പ്രതികൂലങ്ങൾ ഉണ്ടായി. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, ഈ സമയം ഞാൻ അത് ഓർക്കുവാനുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നലെ പകലും ഇന്നലെ രാത്രിയും ഇന്ന് രാവിലത്തെ ന്യൂസ് നമ്മൾ നോക്കുമ്പോൾ ഒന്നാമത്തെ രാജ്യമായിരുന്ന ബാബിലോൺ അത് തീർന്നു, ഇറാഖ് എന്ന രാജ്യമായി ഒന്നുമല്ലാതിരിക്കുന്നു. രണ്ടാമത്തെ മൃഗത്തിന്റെ ദർശനമാണ് മേദ്യ പേർഷ്യ അഥവാ ഒറിജിനൽ പേർഷ്യ എന്ന് പറയുന്ന ഇറാൻ. അതിന്റെയും ഏതാണ്ട് കഥ അവസാനിച്ചു പോവുകയാണ്. ക്രൈസ്തവ വിശ്വാസികളെ കൊന്നുടക്കി രക്തം കുടിച്ച് അതിൽ അട്ടഹസിച്ച ലോക സാമ്രാജ്യങ്ങളുടെ ഗതി എന്റെ ദൈവത്തിന്റെ മുമ്പിൽ നിഷ്ക്രിയമായി പോയെങ്കിൽ എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമകളെ, നമ്മുടെ ജീവിതത്തെ മനോഹരമായ ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് വിളിച്ച കർത്താവ് നമുക്കെതിരെ വരുന്ന സകല പ്രതികൂലങ്ങളെയും സകല പ്രത്യാക്രമണങ്ങളെയും മാറ്റി നമുക്ക് സുരക്ഷിതമായ ഒരു ജീവിത സൗഭാഗ്യം ഭാവിയിലേക്ക് തരുമെന്നുള്ള ആ വലിയ വാഗ്ദാനത്തിന്റെ മുന്നിലാണ് നമ്മൾ ഈ കാലത്തിലെ കഷ്ടം സാരമില്ല എന്ന് സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതെന്ന് അപ്പോസ്തലനായ പൗലോസ് പോലും പറയാണ്. വരുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടം ഒന്നുമല്ല. ആമേൻ. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അത്രത്തോളം മഹനീയമായ ഒരു ജീവിത സൗഭാഗ്യത്തിലേക്കാണ് കർത്താവ് നമ്മളെ നയിക്കുന്നതെങ്കിൽ പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, കർത്താവായ യേശു സ്വർഗം തുറന്നത് കണ്ടു. യോഹന്നാൻ സ്നാപകൻ തന്റെ ജീവിതത്തിൽ ആ യേശുവിന് വേണ്ടി എല്ലാം ഒരുക്കിയതാണ്. എന്നാൽ യോഹന്നാൻ ആ കാഴ്ച കാണുവാൻ കഴിയാതെ പോയി. സ്തെഫാനോസ് എന്ന് പറയുന്ന ദൈവഭക്തന് ആ സ്വർഗം തുറന്ന കാഴ്ച കാണുവാൻ സാധിക്കുകയുണ്ടായി. പത്രോസ് അപ്പോസ്തലന് ആ കാഴ്ച കാണുവാനുണ്ടായി. യോഹന്നാൻ അപ്പോസ്തലന് ആ കാഴ്ച കാണുവാനുണ്ടായി. അവസാനം 19-ാം അധ്യായം 11-ാം വാക്യത്തിൽ ആ കർത്താവായ യേശു ഈ ലോകത്തിൽ നമുക്ക് വേണ്ടി വരുന്ന അവസാന സീനറിയും യോഹന്നാൻ കണ്ടുവെങ്കിൽ പ്രിയ ദൈവമക്കളെ, പത്മോസിലേക്ക് താൻ പോയതും അവിടെ നാടുകടത്തപ്പെട്ടതും അവിടെ കിടന്ന് കഷ്ടം അനുഭവിച്ചതും എന്നേക്കുമല്ല, ഒരിക്കൽ അവിടെ നിന്ന് റോമ സാമ്രാജ്യത്തിലെ നീറോ കൈസറാണ് തന്നെ അവിടേക്ക് പോകുവാനായിട്ട് ആദ്യം ഇടപെട്ടതെങ്കിൽ അവസാന യോഹന്നാൻ അപ്പോസ്തലൻ പോകുന്നത് ഡൊമീഷ്യൻ എന്ന ക്രൈസ്തവനെ കൊന്നൊടുക്കിയ ഏറ്റവും വലിയ കൊലയാളിയായ ആ റോമ സാമ്രാജ്യത്തിലെ കൊടുംക്രൂരനായ ആ ഡൊമീഷ്യൻ എന്ന രാജാവിനാലാണ് താൻ അവിടെ പോയതെങ്കിൽ അവസാനം യോഹന്നാൻ അപ്പോസ്തലൻ
അപ്പോസ്തലൻ അവിടെ കിടന്ന് കാണുന്ന കാഴ്ച, ഇവരുടെ മേലെല്ലാം അധികാരമുള്ള ഭരണമുള്ള ഒരു രാജാവാണ് എന്റെ രാജാവ്. അവൻ ഒരിക്കലും ഈ ഭൂമിയിലേക്ക് വരും. അന്ന് ഒരിക്കലും ആർക്കും ഇതേപോലെയുള്ള അനീതി ചെയ്ത് ഒരു ദൈവമക്കളെയും ഉന്മൂലനം ചെയ്യുവാൻ കഴിയത്തില്ല എന്നുള്ള പ്രത്യാശയോടെയാണ് യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസിൽ നിന്ന് മടങ്ങി വരുന്നത്. പ്രിയ ദൈവമക്കളെ, അനീതികൾക്കും അക്രമങ്ങൾക്കും നാശങ്ങൾക്കും നഷ്ടങ്ങൾക്കും എല്ലാ ദ്രോഹങ്ങൾക്കും തിരശ്ശീല വീഴുന്ന ഒരു കാലമുണ്ട്, ഒരു സമയമുണ്ട്. അതെല്ലാം ചെയ്യുന്ന ഒരു നല്ല ന്യായാധിപനുണ്ട്. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ആ നല്ല ന്യായാധിപനായ യേശുവിനെ പോലെ സ്വർഗം തുറന്നിരിക്കുന്നത് നമുക്ക് കാണാം. ആ യേശുവിനോടൊപ്പം ജീവിച്ച പത്രോസ് കണ്ടതുപോലെ സ്വർഗം തുറന്നിരിക്കുന്നത് കാണുവാൻ നമുക്ക് കഴിയട്ടെ. ആ നല്ല ന്യായാധിപനായ യേശുവിന് വേണ്ടി പ്രയത്നിച്ച സേവകർ സ്വർഗം തുറന്നിരിക്കുന്ന കണ്ടപോലെ ഒരു കാഴ്ച നമുക്ക് കാണുവാൻ ഇടയാകട്ടെ. ആ നല്ല യേശുവിന്റെ മാറോട് ചേർന്നിരുന്ന ആ യോഹന്നാൻ അപ്പോസ്തലൻ സ്വർഗം തുറന്നിരിക്കുന്നതായി കണ്ടതുപോലെ ഒരു കാഴ്ച കണ്ടുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവൻ മുന്നോട്ട് നയിക്കാം. അതിനായി സർവകൃപാലുവായ കർത്താവ് സഹായിക്കുകയും ഇന്നു കാലം ഈ ആലയം വിട്ടു പോകുന്നതിന് മുമ്പ് ആ സ്വർഗം നമ്മുടെ മുന്നിൽ തുറക്കുവാൻ ദൈവം വഴി ഒരുക്കട്ടെ. ദൈവം വഴി ഒരുക്കട്ടെ. ദൈവം വഴി ഒരുക്കട്ടെ. ആമേൻ.